മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. മിനിസ്റ്റർ, വളരെ അപകീർത്തികരമായ പോസ്റ്റാണ് താങ്കൾക്കെതിരെ. പദപ്രയോഗങ്ങൾ, അശ്ലീല ചുവയുള്ള പദപ്രയോഗങ്ങളാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ ഇട്ടിരിക്കുന്നത്. അത് മാധ്യമങ്ങളിലൂടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. താങ്കൾ കൂടി ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കുകയാണ്. എന്ത് നടപടിയാണ് വേണ്ടത് ഇക്കാര്യത്തിൽ? അതെ, നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കായ പാവപ്പെട്ട തൊഴിലാളികള് കാലാകാലങ്ങളിലായി വമ്പന്മാരായ മുതലാളിമാരും സ്ഥാപിത താൽപര്യക്കാരും ചേർന്ന് കൊള്ളയടിച്ചതിന് അറുതി വരുത്തുക എന്ന പ്രഖ്യാപിത ഇടതുപക്ഷ മുന്നണിയുടെ നയമാണ് കേരളത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് നടപ്പിലാക്കിയത്. 9 മാസമായി അടഞ്ഞുകിടന്ന ഫാക്ടറി തുറക്കാനാണ് ഗവൺമെന്റ് തോട്ടണ്ടി വാങ്ങി തുറക്കാൻ നടപടി സ്വീകരിച്ചത്. അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ അതിന് ദുർവ്യാഖ്യാനം നൽകി പോകുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷെ ഇപ്പൊ KPCCയുടെ വൈസ് പ്രസിഡന്റ് ആണല്ലോ ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണം ഉന്നയിച്ചത്. അപ്പൊ സ്ഥാപിത താല്പര്യക്കാർക്ക് വേണ്ടി KPCC തന്നെ രംഗത്ത് വരുന്ന വളരെയധികം അത്ഭുതകരമായ സംഗതിക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ KPCC ഭാരവാഹികൾക്ക് അവർ ആരോപണം ഉന്നയിച്ചോട്ടെ, അതിനുള്ള മറുപടി നൽകാം. പക്ഷേ ഇവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇതിന് ചുവട് പിടിച്ച് പൊതുമധ്യത്തിലൂടെ സോഷ്യൽ മീഡിയയുടെ അപമാനപ്പെടുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത്. അതാണ് ഗൗരവമേറിയ കാണുന്നത്. ഇല്ല, പിന്നെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന മട്ടിലാണ് പറഞ്ഞ ആക്ഷേപങ്ങളെ വസ്തുത എന്തെന്ന് കൃത്യമായി വെളിപ്പെടുത്താൻ ഗവൺമെന്റിനെ കൊഞ്ഞണം കുത്തുക. അത് യാതൊരു മാനദണ്ഡവും ഇല്ലാത്ത നെറികെട്ട ഭാഷ ഉപയോഗിച്ചാൽ അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടും. ബന്ധപ്പെട്ട സൈബർ സെല്ലിന് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അത് ഉചിതമായ നടപടി അവർ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് മേഴ്സിക്കുട്ടിയമ്മ നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ജീവനക്കാരനാണ്. ഇദ്ദേഹം കാണിച്ച ഈ നെറികേടിനെതിരെ ഏത് രീതിയിലുള്ള അന്വേഷണം വേണം, അന്വേഷണം ആവശ്യപ്പെടുമോ, എന്ത് നടപടിയാണ് മിനിസ്റ്റർ തേടുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥന് കോഡ് ഓഫ് കോണ്ടാക്ട് ബാധകമാണ്. അവന് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യത്തിന് വ്യക്തിഹത്യ നടത്തുന്ന ആക്ഷേപം ഉന്നയിച്ചാൽ അവൻ മറുപടി പറയേണ്ടി വരും, ആരാണെങ്കിലും. അത് കൃത്യമായി അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. അതായത് പരാതി നൽകി. അതെ, അതങ്ങനെ പോകാൻ പറ്റും. വെള്ളരിക്കപ്പെട്ടൊന്നും അല്ലല്ലോ കേരളം. ആർക്കും എന്തോ ആരെക്കുറിച്ചും പറയാൻ അവകാശമില്ലല്ലോ. പറയണമെങ്കിൽ അടിസ്ഥാനം ഉണ്ടാകണം. അടിസ്ഥാനമുള്ള അതേ രൂപത്തിൽ ആർക്കും ഉന്നയിക്കാം. അതിന് മറുപടി നമ്മൾ പറയും. അതിൽ അസഹിഷ്ണുത കൊണ്ടിട്ട് വായിൽ വരുന്നതൊക്കെ ഫേസ്ബുക്കിൽ എഴുതുക എന്നത് അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കും. പരാതിയിൽ എന്താണ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്? ശക്തമായ നടപടി സ്വീകരിക്കും. സൈബർ സെല്ലിന് ഞാനിപ്പോൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. യെസ്, വളരെ നന്ദി മിനിസ്റ്റർ മേഴ്സിക്കുട്ടിയമ്മ. കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പരാതി നൽകിയത് എന്നാണ് മന്ത്രി തന്നെ നമ്മോട് വ്യക്തമാക്കിയത്.